ഹായ് ഹലോ, എല്ലാവർക്കും കിഡ്സ് ഗാർഡൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ ആരക്കുന്നം സെൻറ്റ് ജോർജ് പ്രീ പ്രൈമറി സ്കൂളിലാണ്. അവിടുത്തെ കുറച്ച് മിടുക്കരായ കുട്ടികളെയാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങളും പാട്ടുകളും കഥകളൊക്കെ നമുക്ക് ആസ്വദിക്കാം ഇന്ന്. എല്ലാവരും റെഡിയല്ലേ? ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? എന്താ പേര്? ഉറക്കെ പറഞ്ഞേ. മേരി. ആ മേരിക്കുട്ടി എത്രയിലാ പഠിക്കുന്നേ? LKG ബിയിലല്ലേ? LKG കേട്ട്. എന്താ പേര്? ജോണക്കുട്ടി എത്രയിലാ പഠിക്കുന്നേ? LKG. ഹലോ, എന്താ മിണ്ടാതിരിക്കുന്നേ? പേരെന്താ? എൽവിയ. എൽവിയ കുട്ടി എത്രയിലാ? UKG B. എന്താ പേര്? ഇവാനി. ഇവാനിക്കുട്ടി എത്രയിലാ? UKG ബിയില്. എല്ലാരും പാട്ടൊക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? ആണോ? ആരൊക്കെ പാട്ട് പാടുന്നേ? ഞാൻ പാടുന്നുണ്ട്, ഉറക്കെ പറ. നമ്മുടെ ഇവാനിക്കുട്ടി പാട്ട് പാടാൻ റെഡിയാണല്ലേ? ഏത് പാട്ടാ പാടുന്നേ? പാട്ടുണ്ട്, കഥയുണ്ട്. പാട്ടുമുണ്ട്, കഥയുണ്ട്. ഏത് ആദ്യം പാടണ്ടേ? പാട്ടാണോ കഥയാണോ? പാട്ട്. ഏത് പാട്ടാ പാടുന്നേ? ഓക്കെ, പാടിക്കോ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, ആവേ മറിയ, ആവേ മറിയ, കന്യകമേരിയമ്മേ, കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. നല്ല പാട്ടായിരുന്നല്ലോ. ഒരു കയ്യടി കൊടുത്തെല്ലാവരും. ഇവാനിക്കുട്ടി നന്നായിട്ട് പാടിയല്ലേ? ഇല്ലേ? ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? ഇഷ്ടപ്പെട്ടോ മേരിക്കുട്ടി? ഇഷ്ടപ്പെട്ടോ? മേരിക്കുട്ടിയുടെ പേരുള്ളൊരു പാട്ടല്ലേ പാടിയത് അല്ലേ? കന്യകമേരിയമ്മേ. ജോണക്കുട്ടി കഥയാണോ പാട്ടാണോ പാടുന്നേ? കഥയാണോ പറയുന്നേ? ഏത് കഥയാ പറയുന്നേ? ആട്ടിടേന്റെ കഥയല്ലേ പറയുന്നേ? ഇത് മേരിക്കുട്ടിയുടെ വിഷമൊക്കെ മാറ്റണോട്ടോ. കഥ പറഞ്ഞു കഥ കേൾക്കാമോ? കഥയൊക്കെ റെഡിയല്ലേ? കഥ കേട്ട വിഷമം മാറുമോ? അതെ, എൽവിക്കുട്ടി റെഡിയാ, ഇവാനക്കുട്ടി റെഡിയാ. ഓക്കെ, പറഞ്ഞോ. ആട്ടിടയൊന്നിലും അവന് 100 ആടുകളുണ്ടായിരുന്നു. അവൻ തൻ്റെ ആടുകളെ ഒട്ടയധികം സേവിച്ചിരുന്നു. അവയെ പച്ചപ്പ് മേറ്റിട്ട് കൊണ്ടുപോയിരുന്നു. ആട്ടിടയെ അവർക്ക് ഇതായിക്കോ കൊടുക്കുക, മാറ്റിക്കോ. അങ്ങനെ ഒരിക്കൽ ആ ആട്ടിൻ കൊണ്ട് കൂട്ടം തെറ്റിപ്പോയി. ആട്ടിടയിന് പോകാൻ സമയം മറ്റേ ആടുകളിനെ പച്ചപ്പുറമേറ്റ് വിത്തിട്ട് കൂട്ടം തെച്ചു പോയ ആടിനെ അന്വേഷിച്ചു പോയി. അപ്പം എല്ലായിടത്തും നോക്കി. അപ്പം ആട്ടുംകുഞ്ഞിനെ കണ്ടുപിടിച്ചു. അപ്പം ആട്ടിനെ അതിനെടുത്ത്
തോള വെച്ചു. അതിനെ സന്തോഷത്തോടെ വിളിച്ചു. തോള വെച്ചു. കഴിഞ്ഞോ? നന്നായിട്ട് പറഞ്ഞു കേട്ടോ കഥ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരും കേട്ടില്ലേ കഥ? അട്ടിടേന്റെ കഥ അല്ലേ? കേട്ടോ കഥ? ഇഷ്ടപ്പെട്ടോ കഥ? ഇഷ്ടപ്പെട്ടോ എൽവിയ കുട്ടി? എൽവിയ കുട്ടി ഏത് കഥയാ പറയുന്നേ? ധൂർത്തപുത്രന്റെ കഥയാ. ധൂർത്തപുത്രന്റെ കഥ ഒന്ന് പറഞ്ഞുതരൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എൽവിയ പി. അനൂപ്. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ധൂർത്തപുത്രൻ. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയ മകൻ അപ്പനോട് ചോദിച്ചു, എൻ്റെ സ്വത്ത് വീതിച്ച് എനിക്ക് തരിക. അപ്പൻ അവൻ്റെ സ്വത്ത് വീതിച്ച് അവന് കൊടുത്തു. അവൻ അതും വിളിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെ അവൻ്റെ കൂട്ടുകാരപ്പം തിന്നും കുടിച്ചും ജീവിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ പൈസ തീർന്നു പോയി. അന്നേരം അവൻ്റെ കൂട്ടുകാർ അവനെ ഉപേക്ഷിച്ചു പോയി. അപ്പം അന്നേരം ആ നാട്ടിൽ വലിയൊരു ക്ഷാമമുണ്ടായി. അവൻ ജോലി തേടി ആ നാട്ടിലെ വലിയൊരു പണക്കാരുടെ അടുത്തോട്ട് പോയി. അവർ അവനെ പന്നി മേയ്ക്കാൻ വിട്ടു. അന്നേരം അവൻ വിചാരിച്ചു, ഈ പന്നി തിന്നുന്ന തവിടെങ്കിലും നിന്ന് വിശപ്പ് നിറയ്ക്കാമെന്ന്. എന്നാൽ അതും കഴിഞ്ഞില്ല. നേരം അവന് സുബോധമുണ്ടായി. അവൻ അപ്പനെ കുറിച്ചോർത്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാരെന്തു നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് ചാവാറായിരിക്കുന്നു. ഞാൻ എണീറ്റ് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ എണീറ്റ് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പൻ ദൂരേന്ന് അവനെ കണ്ടു. അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച നേരം അവൻ പറഞ്ഞു, ഞാൻ അപ്പനോട് സ്വർഗത്തിനോട് വലിയ പാപം ചെയ്തു. ഇനി അപ്പൻ്റെ മകനാവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ അപ്പൻ തൻ്റെ വേലക്കാരിൽ ഒരുവനോട് പറഞ്ഞു, നല്ല ഡ്രസ്സും നല്ല മോതിരവും ചെരുപ്പും കൊണ്ട് ഇവനെ എണീക്കുക. ഒരു വലിയ കാളക്കുട്ടിയെ കൊല്ലുക. നമുക്ക് ആഹ്ലാദിക്കാം. അവരാഹ്ലാദിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ കഥയിലെ പോലെ ഇത്ര സ്നേഹിക്കുന്ന നമ്മുടെ അപ്പനാണ് ഇവിടെ പിതാവായ ദൈവം. ഹായ്, കഥ നല്ല രസമുണ്ടല്ലോ കഥ. ഇതാര് പഠിപ്പിച്ചേ? പപ്പ പഠിപ്പിച്ച കഥയാണല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ബൈബിൾ കഥ കേൾക്കാറുണ്ടോ? എല്ലാവരും കേൾക്കാറുണ്ടോ ബൈബിൾ കഥയൊക്കെ? അല്ലേ? ധൂർത്തപുത്രന്റെ കഥ കേട്ടോ? കേട്ടോ മേരിക്കുട്ടി? എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങള്? ആരാ ക്ലാസ് ടീച്ചർ ചോണക്കുട്ടിയുടെ? ഉറക്കെ പറഞ്ഞേ. മായ ടീച്ചറാണല്ലേ? മായ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുവോ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? പഠിക്കാൻ ഇഷ്ടം ഏതാ? ഇംഗ്ലീഷ് ആണോ, മാത്സ് ആണോ, മലയാളമാണോ? മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ലേ? എണ്ണനൊക്കെ ഇഷ്ടമാണോ? 1 2 3 ഇഷ്ടമാണോ? എത്ര വരെ എണ്ണ അറിയാം? 10 വരെ അറിയാം അല്ലേ? ആഹാ, ഇടുക്കിയാണല്ലോ. എൽവിയ കുട്ടിക്ക് എന്താവാൻ ആഗ്രഹം വലുതാവുമ്പോ? എന്താ ആഗ്രഹം? ഡോക്ടറാണോ, അത് പോലീസാണോ? ഡോക്ടർ ആവാൻ ആഗ്രഹം അല്ലേ? ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ, അതോ വലിയ ആൾക്കാരെയൊക്കെ നോക്കണ ഡോക്ടറാണോ? കുഞ്ഞു കുട്ടികളെ അല്ലേ? കുഞ്ഞു കുട്ടികളെ ചികിത്സിച്ചിട്ട് നമ്മളിങ്ങനെ വലിയ ആൾക്കാരെ നോക്കൂല്ലേ? ഇവൻ്റെ കുട്ടിക്ക് എന്താ ആഗ്രഹം? എയറോപ്ലെയിൻ പൈലറ്റ് ആവാനാണോ ആഗ്രഹം? ആഹാ, വിമാനമൊക്കെ പറത്തോ? എന്നെ കയറ്റു വിമാനത്തില്? നല്ല വലിയതായി പഠിച്ച് വലിയ പൈലറ്റ് ആവണം കേട്ടോ. മേരിക്കുട്ടിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. എന്താ ആഗ്രഹം? പറഞ്ഞേ, പറയൂ. ഡോക്ടർ ആവാൻ ആഗ്രഹം. ഡോക്ടർ ആവാൻ ആളാണ് ഇങ്ങനെ കരയണത്. ഇങ്ങനെ കരഞ്ഞോണ്ടാണോ എല്ലാരും ചികിത്സിക്കാൻ പോണത്? കരയല്ലോ കേട്ടോ. ഇങ്ങനെ ചിരിച്ചോണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പറയണം. നിനക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ പാടുന്ന പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
ഇഷ്ടമാണോ മേരിക്കുട്ടി? എല്ലാവരും അത് യെസ് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടാം. യെസ് ആണോ? യെസ്. ഞാൻ പാട്ട് പാടിത്തരാം കേട്ടോ. മേലേ മനത്തീശോയേ ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമിൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലേ മാനത്തീശോയേ ഒന്നു വരാമോ ഈശോയേ, ഈശോയേ ഈശോയേ. എങ്ങനെയുണ്ട് പാട്ട്? നല്ലതാണോ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ. നല്ല പാട്ടല്ലേ? പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ട് പഠിക്കാൻ ഇഷ്ടമാണോ? മേലി മാനത്ത് ആരാ ഉള്ളേ? ഈശോ ഉണ്ടല്ലേ. മേലി മാനത്ത് ഈശോ ആര് വിളിച്ചാലാ വരണേന്നറിയോ? അറിയില്ലേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ നമുക്ക് ഈശോനെ. നമ്മള് കുഞ്ഞു കുട്ടികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരും അല്ലേ മേരിക്കുട്ടി? ഈശോനെ വിളിച്ച് വരില്ലേ? ഈശോയേന്നൊന്ന് വിളിച്ചേ. ഇവാനക്കുട്ടി നമുക്ക് പാട്ട് പാടിത്തരോ? കഥ പറഞ്ഞല്ലോ, ഒരു പാട്ട് പാട്. കഥ പറഞ്ഞല്ലോ. പറഞ്ഞില്ലേ? എന്ന കഥ പറഞ്ഞ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൾപ്പട്ടി ഒന്നിന്റെ ഒന്ന്. ഇത് കഥയല്ലല്ലോ, ഇത് ബൈബിൾ കോട്ടല്ലേ? ബൈബിൾ കോട്ട് നന്നായിട്ട് പറഞ്ഞല്ലേ അല്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യെശയ്യാ 43:5. ഇനിയുണ്ടോ പറയാൻ? ഇല്ല, ഇനിയില്ല. ഒരെണ്ണോടെ അറിയോ? ഇല്ല, 2 എണ്ണം പഠിച്ചിട്ടുള്ളൂ അല്ലേ? അല്ലേ? നന്നായിട്ട് പറഞ്ഞില്ലേ? ഇനി മേരിക്കുട്ടിയുടെ വിടാം അല്ലേ? സ്റ്റോറി ഒക്കെ റെഡി അല്ല എല്ലാവരും? അതെ, റെഡി. ഓക്കെ, മേരിക്കുട്ടിയുടെ സ്റ്റോറി കേൾക്കട്ടെ. സ്റ്റോറി പറഞ്ഞേച്ചിക്ക്. സ്റ്റോറി അല്ലെങ്കിൽ പാട്ടറിയോ? അന്ന് പാട്ട് പാടിക്കോ. ABCD പാട്ട് പാടിക്കോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടീച്ചറാണ് പഠിപ്പിച്ച ABCD പഠിപ്പിച്ചല്ലേ? കളേഴ്സ് ഒക്കെ അറിയോ? കളറ് ഞങ്ങളുടെ ഡ്രസ്സിന്റെ ഒക്കെ കളർ എന്താന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരുമോ? റെയിൻബോക്ക് എത്ര കളർ ഉണ്ടെന്ന് അറിയാവോ? എത്ര കളർ ഉണ്ട്? 7 കളേഴ്സ് ഉണ്ടല്ലേ. റെയിൻബോയുടെ കളേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാ? വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. യെസ്, 7 കളേഴ്സ് ഉണ്ടല്ലേ നമ്മുടെ റെയിൻബോയ്ക്ക്. റെയിൻബോ കണ്ടിട്ടുണ്ട് എല്ലാവരും? എപ്പോഴാ റെയിൻബോ കാണണേന്നറിയോ? മഴ പെയ്യുമ്പോ. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അല്ലേ? റെയിൻബോ കണ്ടിട്ടുണ്ടോ ചോണക്കുട്ടി? റെയിൻബോ ഇഷ്ടമാണോ കാണാൻ? നല്ല ഭംഗിയല്ലേ? ഓക്കെ മേരിക്കുട്ടി, നമുക്ക് ബൈ പറയാം എല്ലാവരോടും. ബൈ പറയാം. ഒരു ബൈ ബൈ പറയണേ. എല്ലാവരോടും നോക്കി ബൈ പറയണേ. ബൈ ബൈ. സെറ്റ് മിടുക്കരായ കുട്ടികളായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ സെഷൻ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പവറായിട്ട് നമുക്ക് അവരുടെ ടാലൻസും വിശേഷങ്ങളും ഒക്കെ കേട്ടറിയാം. നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഹായ് മോളു, എന്താ പേര്? ലിയോണ കുട്ടി എത്രയിലാണ് പഠിക്കുന്നേ? UKG അല്ലേ? എന്താ പേര്? ഇവക്കുട്ടി എത്രയിലാ? UKG. ഹായ്, എന്താ പേര്? എൽസ കുട്ടി എത്രയിലാ? UKG. നിങ്ങൾ 3 പേരും സെയിം ക്ലാസ്സിലല്ലേ? UKG. ഇനി നമ്മുടെ ജെന്റിൽമാൻ. ഹലോ. എന്താ പേര്? ആദം പോൾ. ആദം കുട്ടൻ എത്രയിലാ?
എത്ര ക്ലാസ്? LKG അല്ലേ? നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യുന്നേ? കഥ പറയുന്നുണ്ടോ? കഥ പറയുന്നുണ്ടല്ലേ? ഏത് കഥയാണ് പറയുന്നേ? ആട്ടിടേൻ്റെ കഥ അല്ലേ? മോളെന്താ പറയുന്നേ? പാട്ടല്ലേ പാടുന്നേ? ഏത് പാട്ടാ പാടുന്നേ? ആരാധിച്ചിടാൻ പാട്ട്. മോളെന്താ പറയുന്നേ? പാട്ട്. ഏത് പാട്ട്? ഇവിടെ ആരാധിച്ചിടാൻ തന്നെയാണ് പാടുന്നത്. അപ്പം നിങ്ങൾ ഗ്രൂപ്പ് സോങ് ആണോ പാടുന്നത്? ആണല്ലേ. ആരെ പഠിപ്പിച്ച ഈ പാട്ട്? അമ്മ പഠിപ്പിച്ചു. എൽസക്കുട്ടിക്ക് ആരെ പഠിപ്പിച്ചു തന്നേ? രണ്ടുപേരുടെ അമ്മയല്ലേ പഠിപ്പിച്ചത്? നമുക്ക് പാട്ടാദ്യം കേട്ടാലോ? ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ ആബദാനം പാടിടാം. ആ പൂജിതമാ ദശനാമം വാഴ്ത്തിപ്പാട ആ പദമലരിൽ താണു വീണു വന്നിച്ചിടം ആത്മനാദാനാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴണം. നല്ല സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ രണ്ടുപേരുടെ. നല്ല ഭംഗിയായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ അല്ലേ? ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്താലോ? നമുക്ക് ഒരു ക്ലാപ്പ് കൊടുത്തെല്ലാവരും. നല്ല ഭംഗിയായിട്ട് പാടിയില്ലേ ഒരു? ലിയോണ കുട്ടി എന്തൊന്നും മിണ്ടാത്തെ? സംസാരിച്ചേ. ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. നല്ല പല്ലാണല്ലോ, നല്ല ചിരി, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. എന്ത് പ്രോഗ്രാം ഒന്ന് ചെയ്യുന്നേ? കഥ. കഥ. ഓക്കെ. ഏത് കഥയാണ് പറയുന്നേ? ആട്ടിടേൻ്റെ കഥ. നമുക്ക് കഥ കേട്ടാലോ? കഥ പറഞ്ഞോ. ഒരു ദിവസം ഒരു ആട്ടിടയന് ഉണ്ടായിരുന്നു. ആ ആട്ടിടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ ആ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോയി. അപ്പം ആ ആട് മേയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു ആട്ടും കുഞ്ഞ് കൂട്ടം തെറ്റിപ്പോയപ്പോൾ ആട്ടിടയന് വളരെ സങ്കടമായി. ഇത്രേ ഉള്ളൂ? സങ്കടമായല്ലേ? അല്ലേ? ഈ കഥ എവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ബാക്കി ചേച്ചി പറഞ്ഞു തരട്ടെ. അപ്പൊ നമ്മുടെ ആട്ടിടയന് 100 ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആട്ടിൻകുട്ടി കൂട്ടം തെറ്റിപ്പോയി, വഴി തെറ്റി എവിടെയോ പോയി. അപ്പൊ ആട്ടിടയൻ വിഷമായില്ലേ? 100 പേരുണ്ടായിരുന്നപ്പോൾ ഒരാള് പോയി. അപ്പൊ വിഷമായി ആട്ടിടയൻ എന്താ ചെയ്തതെന്നറിയോ? ആ ഒരു ആട്ടിൻകുട്ടീനെ അന്വേഷിച്ചങ്ങ് പോയി. അന്വേഷിച്ച് കുറേ നടന്നു. എന്നിട്ട് എവിടെയാ ആട്ടിൻകുട്ടി പോയെന്നറിയോ? ആട്ടിൻകുട്ടി ഒരു 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 മുള്ളിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുമായിരുന്നു. അതിൻ്റെ കാല് കുടുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ഇടയൻ കണ്ടപ്പോൾ അത് വളരെ വിഷമായില്ലേ, ഒരു ആട്ടിൻകുട്ടിയുടെ കാല് കുടുങ്ങി കിടക്കണം കണ്ടപ്പോൾ. അപ്പോൾ ഇടയനാണെങ്കിൽ അതിനെ മെല്ലെ എടുത്ത് തോളിൽ കയറ്റിയിട്ട് ആ ബാക്കിയുള്ള 99ൻ്റെ അടുത്തേക്കും പോയി. ഇല്ലേ? ഇടയൻ നല്ല ഇടയനല്ലേ? അല്ലേ? എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത്. ഒരു ആട്ടിൻകുട്ടി പോയപ്പോഴത്തേക്കും ഇടയന് ഭയങ്കര വിഷമായി. എന്നിട്ട് ഇടയൻ ആട്ടിൻകുട്ടീനെ കണ്ടുപിടിച്ച് എല്ലാവരുടെ ഒപ്പം ചേർത്ത് നിർത്തി. ഇങ്ങനെയൊക്കെ കഥ പറയാനും കേൾക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? വചനം പറയാവോ? വചനം പറഞ്ഞു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. അത് വളരെ നന്നായിട്ട് വചനമൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? ഓക്കെ, പഠിക്കും. അമ്മേ എൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മ, അമ്മ എൻ്റെ അമ്മ, എനിക്ക് ഈശോ തന്നൊരമ്മ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മ എൻ്റെ അമ്മ, എനിക്കീശോ തന്നൊരമ്മ. തലമുറ തലമുറ പാദം ഭാഗവതി അമ്മ, ജപമണി മാലകൈ ഉയരും മർമ്മ നിറഞ്ഞവളമ്മ, പർദീസായി അമ്മ ദേവിത്തിൻ പാർക്ക,
പുണ്യസന്മായി അമ്മ ഈശോയ്ക്ക് വളരാ. ആയിരത്തിനൊരു കയ്യടി കൊടുത്തെല്ലാരും. മിടുക്കന, ഗുഡ് ബോയ്. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥനയൊക്കെ അറിയോ? ഏത് പ്രാർത്ഥന അറിയാവുന്നേ? ആരോടാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ദൈവത്തിനോട്. നമ്മുടെ ദൈവം ആരാ? യേശു എന്ന് കേട്ടിട്ടുണ്ടോ? യേശു ആണ് നമ്മുടെ ദൈവം. നമ്മൾ പ്രാർത്ഥിക്കണൊക്കെ യേശുവിനോടാ. ഞാൻ ഒരു പ്രാർത്ഥന പഠിപ്പിക്കട്ടെ നിങ്ങളെ. അത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമോ? ഇങ്ങനെ പിടിക്കണം നമ്മൾ. എങ്ങനെയാ? കൈ ഇങ്ങനെ പിടിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഇങ്ങനെ പ്രാർത്ഥിക്കണോട്ടോ എല്ലാ ദിവസവും. പ്രാർത്ഥിക്കുന്ന കുട്ടികളല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ നമുക്ക് നല്ല രീതിയിൽ മിടുക്കരായിട്ട് അവരുടെ ടാലൻസ് ഒക്കെ നമ്മൾ അവതരിപ്പിച്ചു. അപ്പോൾ ഇവരുടെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ. ഇന്ന് ഇത്രയും മിടുക്കരായ കുട്ടികളെ നമുക്ക് ഒരുക്കിയ ഈ സ്കൂളിനെ പറ്റി കൂടുതലായി അറിയണ്ടേ? അതിനായി സ്കൂൾ ബോർഡ് മെമ്പറായ ശ്രീ ബോബി പോളിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സ്കൂളിനെ പറ്റി കൂടുതലായി അറിയാം. 122 വർഷത്തിലധികം പഴക്കമുള്ള ആരക്കുന്നം സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ, LPS, അതുപോലെ പ്രീ പ്രൈമറി സ്കൂൾ അൺഎയ്ഡഡ് മേഖലകളിൽ ഒരു വലിയ മുന്നേറ്റം നേടുന്ന ഒരു സ്കൂളായി മാറുകയാണ്. 7ഓളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച അധ്യാപന രീതികൾ അനുവർത്തിക്കുന്ന ഹരിത കേരളം വിദ്യാലയ പദ്ധതിയിൽ മികച്ച മുന്നേറ്റം നേടിയ ആരക്കുന്നം സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ, പ്രീ പ്രൈമറി സ്കൂൾ, അതുപോലെ LP സ്കൂൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. എറണാകുളം ജില്ലയിൽ തന്നെ അത് 2ാം സ്ഥാനം അലങ്കരിക്കുകയുണ്ടായി. 7ഓളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ സ്കൂൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ജീനിയസ് അക്കാഡമിയുടെ പ്രവർത്തനമായി സിവിൽ സർവീസിനുള്ള ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. റോബോട്ടിക് ടെക്നോളജി കുട്ടികളിൽ 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരു പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എൻ്റെ വായന, എൻ്റെ പുസ്തകം, എൻ്റെ അറിവ് എന്ന വായനാശീലം വർദ്ധിക്കുന്ന ഒരു പദ്ധതി ഈ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഈ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതോടൊപ്പം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കുടുംബ PTA ഈ സ്കൂളിൻ്റെ മാതൃകാപരമായി നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതിലൂടെ കണ്ടെത്തിയ ഒരു കുട്ടിക്ക് ഒരു ഭവനം ഈ സ്കൂളിലെ കുട്ടികളുടെ സഹായത്താൽ നടത്തി കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മികച്ച കായിക പരിശീലനം ഈ സ്കൂളിന് വേണ്ടി നടത്തി വരുന്നുണ്ട്. കായിക പരിശീലനത്തിന് മികച്ച ജില്ലയിലെ വിജയികളായി തിരഞ്ഞെടുക്കുവാൻ സാധ്യമായിട്ടുണ്ട്. ആരക്കുന്നം സെൻറ്റ് ജോർജ് വലിയ പള്ളിയാണ് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്. പുണ്യപ്പെട്ട പരിമല തിരുമേനി കല്ലിട്ട ഈ വിദ്യാലയം ഇതിൻ്റെ ഏറ്റവും യശസ്സിലോട് പ്രവർത്തിക്കുമ്പോൾ 70ഓളം അധ്യാപകരും അനധ്യാപകരും ചേർന്ന കൂട്ടായ ഒരു പരിശ്രമമാണ് ഇതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരു മികച്ച വിദ്യാലയമായി, അൺഎയ്ഡഡ് മേഖലയുടെ ഒരു മാതൃകാപരമായ വിദ്യാലയമായി ഈ സ്കൂളിനെ മാറ്റുവാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം എന്നും നിലനിൽക്കുന്നുണ്ട്. വിശ്വാസക്കപ്പലിൽ യേശുവെ നോക്കി വിശ്വാസധീരയാനം ചെയ്യുവാൻ, വിശ്വാസക്കപ്പലിൽ യേശുവെ നോക്കി
നോക്കി വിശ്വാസധീരയാനം ചെയ്യുവാൻ, വിശുദ്ധരായി ശാന്ത തുറമുഖത്തടയ്ക്കുവാൻ നിന്നമരക്കാരനേശുവല്ലേ. വിശുദ്ധരായി ശാന്ത തുറമുഖത്തടയ്ക്കുവാൻ നിന്നമരക്കാരനേശുവല്ലേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ചേരുമീമ്പവിടതിൽ, 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 ചേരുമീമ്പവിടതിൽ. ഈശാനമുലനടിച്ചിടുകിലും തിരയും കാറ്റും തളർത്തിയിടിലും, ഈശാനമുലനടിച്ചിടുകിലും തിരയും കാറ്റും തളർത്തിയിടിലും, കരം കുഴഞ്ഞു വലഞ്ഞിടിലും ഉയർത്തുന്നോരുടയോൻ കൈവിടില്ല. കരം കുഴഞ്ഞു വലഞ്ഞിടിലും ഉയർത്തുന്നോരുടയോൻ കൈവിടില്ല. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ചേരുമീമ്പവിടതിൽ, 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 ചേരുമീമ്പവിടതിൽ. കൂരിരുൾ താഴ്വരയേറിയിടിലും കണ്ണുനീർ താഴ്വര നടന്നിടിലും, കൂരിരുൾ താഴ്വരയേറിയിടിലും കണ്ണുനീർ താഴ്വര നടന്നിടിലും, കൺമണി പോലെന്നെ കാക്കുന്നവൻ കൈവിടിൽ ഒരു നാളും തള്ളുകില്ല. കൺമണി പോലെന്നെ കാക്കുന്നവൻ കൈവിടിൽ ഒരു നാളും തള്ളുകില്ല. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ചേരുമീമ്പവിടതിൽ, 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 ചേരുമീമ്പവിടതിൽ.